പറഞ്ഞത് BJP ജയിക്കുന്ന സമയത്തെ 150 ഉറുപ്പിയുടെ റൂം എടുത്ത് നിങ്ങൾ പുറത്തിരിക്കും. എന്താ ഞങ്ങൾക്ക് ഈ ഗതി പറ്റിയേ? ത്രിപുരയും ബംഗാളും കേരളത്തിലും ആയല്ലോ എന്ന് പറയാണ്ട് ഗതി. വൺസ് അപ്പോൺ എ ടൈം ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു കേരളത്തിലെന്ന് ചരിത്രം പഠിക്കേണ്ടി വരും. നമ്മുടെയൊക്കെ ചെറുകുട്ടികൾ നമ്മൾ കേൾക്കണേ, 4.25 കൊല്ലം ജനങ്ങളുടെ തണ്ടലൊടിഞ്ഞു, മുതുകൊടിഞ്ഞു, നടുകൊടിഞ്ഞു, വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു, ടയർ പൊട്ടി, എല്ലാം പൊട്ടി. എന്നിട്ട് ഇപ്പൊ കുറച്ച് ടാറും അല്പം ഡോളറും കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ട് റോഡ്? 5 കൊല്ലം ഞങ്ങളുടെ തണ്ടലൊടിഞ്ഞതിന് ഉത്തരവാദിത്തം വഞ്ചിക്കുക, ചതിക്കുക, നീതികേട് കാണിക്കുക. എന്നിട്ട് പറയാണ് ഞങ്ങളെ അല്ലാതെ മറ്റാരുണ്ട് ഇതേപോലെ തട്ടിപ്പും വെട്ടിപ്പും പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത ആദ്യം കാണിക്കുക. അല്ലാണ്ട് തട്ടിപ്പും മത്തങ്ങ പറയല്ലേ. അതറിയാം. ഈ തട്ടിപ്പും മത്തങ്ങ കൊണ്ടാണ് ഇന്ത്യ മഹാരാജ തങ്ങളുടെ പാർട്ടിയുടെ 16 അടിയന്തരം കഴിഞ്ഞത്. എന്നെ മൈതാന പ്രാസംഗികൻ എന്നാണ് അദ്ദേഹം വിളിച്ചത്. ആളൊരു കടലാസം തുറന്നു വെച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ആ കഥകൾ മുഴുവൻ ഇങ്ങനെ കഥ 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 എന്ന് വായിക്കുമ്പോ അതിനെ ഞങ്ങൾക്ക് എതിർക്കണ്ടേ? ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ അനിൽ നമ്പ്യാരെ, എനിക്ക് അദ്ദേഹം പറയുന്ന ഓരോ ശൈലി എന്ന് പറഞ്ഞാല് മലയാള ഭാഷയുടെ മാന്യമായ രീതിയിൽ പച്ചയായിട്ടുള്ള നുണേ പറയണേ. എന്തിനുള്ള പുറപ്പാടാണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പേരുമാറ്റി ചെലവഴിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആളും മിണ്ടിയില്ലട്ടാ. ഞാൻ പറഞ്ഞുതരാം. എന്തേ PM ആവാസ് യോജന, നിങ്ങളുടെ പേരെന്താ അറിയോ? ലൈഫ് മിഷൻ. നല്ല ഐഡിയ. 2 സ്വച്ഛ് ഭാരത് മിഷൻ, നിങ്ങളുടെ പേരെന്താണെന്നറിയോ? നിങ്ങൾക്ക് ആ കുട്ടിക്ക് പേരിടുന്ന ആ മന്ത്രിനും കൂടി വെച്ചോ. അടുത്ത പേര് ശുചിത്വ മിഷൻ. 2ാമത്തെ പേരെന്താണെന്നറിയോ? PM കൃഷി സമ്പദ് യോജന. അതിന് നിങ്ങളുടെ പേരെന്താണെന്നറിയോ? KM മണി മൈക്രോ ഇറിഗേഷൻ പദ്ധതി. ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ആയുഷ്മാൻ ഭാരത്, നിങ്ങളുടെ പേരെന്താണെന്നറിയോ? കാരുണ്യ ആരോഗ്യ പദ്ധതി. അതേപോലെ തന്നെ NHRM പദ്ധതി, നിങ്ങളുടെ പേരെന്താണെന്നറിയോ? ആർദ്രം. PM ഉജ്ജ്വല യോജന, നിങ്ങളുടെ പേരെന്താണെന്നറിയോ? ഫിലമെന്റ് രഹിത കേരളം. അപ്പത്താ തട്ടിപ്പാണല്ലേ. 2ാമത് PM ഗരീബ് കല്യാൺ അന്ന യോജന, നിങ്ങളുടെ പേരെന്താ അറിയോ? സൗജന്യ റേഷൻ. സാർ ഞാൻ ചോദിച്ചോട്ടെ, മഞ്ഞക്കാടുകാർക്കായിക്കോട്ടെ പിങ്ക് കാർഡുകാർക്കായിക്കോട്ടെ, നാളെ ഇന്ന് വരെ റേഷൻ കടയിൽ പോയി അന്വേഷിച്ചിട്ട് ഈ കാര്യം തെറ്റാണെങ്കിൽ ഉല്ലാസ് ബാബു തെരഞ്ഞെടുപ്പിൽ നിന്ന് കുടുംബത്തെ പോയിരിക്കും. ഇസ്രായേലും ഇറാനും അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പല ആൾക്കാർ ഏരിയ സെക്രട്ടറിമാർ കീറമായി പാഠം പഠിപ്പിക്കില്ലായിരുന്നു. എല്ലാവരും നിങ്ങളുടെ പാഠം പഠിപ്പിക്കുന്ന ഏരിയ സെക്രട്ടറി ഇറാനോട് പോയി പറയാൻ പറയും, ആ ഹോർമിസ് ഒന്ന് തുറക്കില്ലെങ്കിൽ ഇൻകുലാപ്പ് വിളിക്കുന്നു പോയി പറ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. കപ്പലിനെ ഹോർമിസ് കടലിടക്ക് തുറന്നു കൊടുക്കുന്നു എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മുഴുക്കുള്ള ആൾക്കാർ അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടാ. ഇവരുടെ ആളുകൾ ഇവിടെ കിടന്നിട്ട് ഈ പന്തം കൊളുത്തി നടത്തിയോണ്ടല്ല. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? മുന്നോട്ട് പോകാൻ കഴിയും. വാടക്കാഞ്ചേരി മേൽപ്പാലം പണിയാൻ പ്രാപ്തിയില്ലാത്ത ചേരിചേര ഉണ്ടാക്കാൻ പോവാണ്. വടക്കാഞ്ചേരിയിലെ ഈയപ്പോഴയ്ക്ക് കർക്കിടക മാസത്തിലെ നല്ല കർക്കിടം മിഥുന മാസത്തിലെ മഴ അങ്ങോട്ട് പെയ്യുമ്പോ അവിടെ പോയിട്ട് കല്ല കെട്ടി 8 കോടി രൂപ ചെലവാക്കിട്ട് കല്ല് ഒളിച്ചാ പോയി. 8 കോടി പോയി കല്ലു പോയി. എന്നിട്ടാണ് ചേരിചേരാനായോ? ഒന്നാമത്തെ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത ആദ്യം കാണിക്കുക. അല്ലാണ്ട് തട്ടിപ്പും മത്തങ്ങ പറയല്ലേ. അതറിയാം. ഈ തട്ടിപ്പും മത്തങ്ങ കൊണ്ടാണ് ഇന്ത്യ മഹാരാജ തങ്ങളുടെ പാർട്ടിയുടെ 16 അടിയന്തരം കഴിഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 41 കഴിയും. ഒരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 41 കഴിയും. പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. കുഴിനകത്തൊരു ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ? അവിടെ പറ്റുമോ? എന്താ 10 കൊല്ലായില്ലേ? 10 കൊല്ലം ആരോഗ്യമന്ത്രി ഉണ്ടായിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജിൽ IP കറക്റ്റ് ആയോ? കൃത്യമായി ഡോക്ടറായോ? ഒരു കാര്യം പറഞ്ഞത്, നട്ടാലും പറിച്ചാലും ഒരു കൊട്ട. എന്തു കണ്ടുപിടുത്തലാണ് സാറേ. ഇന്ത്യ മഹാരാജ്യത്ത് ത്രിപുരയും ബംഗാളും കഴിഞ്ഞ് ഇതിനകത്ത് മാത്രമായി ഒതുങ്ങിയത് നട്ടാലും പൊതിച്ചാലും ഒരു കൊട്ടയായതുകൊണ്ടാണ്. ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നു. ഏറ്റവും കൂടുതൽ MP-മാർ ഞങ്ങൾക്ക്, ഏറ്റവും കൂടുതൽ MLA-മാർ ഞങ്ങൾക്ക്, ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ ഭരിക്കുന്നു, ഏറ്റവും കൂടുതൽ കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കുന്നു, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരിക്കുന്നു. എന്നിട്ട് നട്ടാലും പിടിച്ചാലും ഒരു കൊട്ടാന്ന്. നിങ്ങൾ എന്ത് ഭാര്യ പറയണത്? പോയി ചത്തുടട. നിങ്ങളുടെ നേതാവുണ്ട്, പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ത് അപ്പം ഉണ്ടാക്കി അത് എറണാകുളത്ത് കൊണ്ട് വിറ്റ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മലപ്പുറത്തേക്ക് വരും. ഉച്ച തിരിഞ്ഞ് വീണ്ടും അപ്പം കൊണ്ട് എറണാകുളത്തേക്ക് പോകും. അത് കഴിക്കാൻ രാത്രി വീട്ടിലേക്ക് വരും. എന്തപ്പം? ആ ടോയിനൂല് ഇങ്ങോട്ട് വലിച്ചു കെട്ടിയിട്ട് കളിപ്പാട്ട ട്രെയിൻ ഓടിക്കുന്ന കേരളയെ കുറിച്ച് പറഞ്ഞു. ചോദിച്ചപ്പോൾ പറഞ്ഞു, അമൂർത്തമായ കാര്യങ്ങൾ മൂർത്തമായ സമയത്ത് നടന്നില്ലെങ്കിൽ മൂർത്തമായ കാര്യങ്ങൾ അമൂർത്തമായ സമയത്ത് നടക്കും. ജനങ്ങൾക്ക് പോലും മനസ്സിലാവണ്ടേ? ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോ അത് വിളിച്ചുകൂടി നമ്മക്കിട്ട് പണിയാ.
പറഞ്ഞത് BJP ജയിക്കുന്ന സമയത്തെ 150 ഉറുപ്പിയുടെ റൂം എടുത്ത് നിങ്ങൾ പുറത്തിരിക്കും. എന്താ ഞങ്ങൾക്ക് ഈ ഗതി പറ്റിയേ? ത്രിപുരയും ബംഗാളും കേരളത്തിലും ആയല്ലോ എന്ന് പറയാണ്ട് ഗതി. വൺസ് അപ്പോൺ എ ടൈം ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു കേരളത്തിലെന്ന് ചരിത്രം പഠിക്കേണ്ടി വരും നമ്മുടെയൊക്കെ ചെറുകുട്ടികൾ. നഴ്സുമാർ എന്തിനാ സമരം നടക്കുന്നത്? അവർക്ക് അടിസ്ഥാന ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് നഴ്സുമാർ സമരം നടത്തുമ്പോൾ ആരോഗ്യമന്ത്രി അവരിൽ ഇടപെട്ടോ? പ്രൈവറ്റ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചോ? എന്താ ഇവരുടെ സർക്കാരിന് അതിന് പ്രാപ്തി ഉണ്ടാവാഞ്ഞ്? രണ്ടാമത്തെ കാര്യം, ആശാ വർക്കർമാർ 285 ദിവസം സമരം കെടുക്കേണ്ടി വന്ന കേരളത്തിൽ ഇരുന്നാണ് ഇവർ പറയുന്നത്. ഇവരെ കൊണ്ട് ആകെ സാധിച്ചെന്താ? പ്രബുദ്ധ മലയാളിയെ കൊണ്ട് ഗുർണാണി വെള്ളത്തിന് പേരിടാൻ പറ്റി ഇവർക്ക്. മിന്നൽ മാജിക് എന്ന് പേരുണ്ടാക്കാനായിട്ട് മലയാളിയുടെ പ്രബുദ്ധതയെ കൊണ്ടുപോയവരാണ് ഇവർ. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലടാ. പറഞ്ഞില്ല റോഡ് നന്നാക്കണതിന്റെ പുതിയ പേര് BMBCയോ എന്താ സാർ ഒന്ന് പറഞ്ഞത് ആ സംഭവം? ഞാൻ അത് എന്തിനാ നമ്മൾ കേൾക്കണേ? 4.25 കൊല്ലം ജനങ്ങളുടെ തണ്ടലൊടിഞ്ഞു, മുതുകൊടിഞ്ഞു, നടുവൊടിഞ്ഞു, വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു, ടയർ പൊട്ടി, എല്ലാം പൊട്ടി. എന്നിട്ട് ഇപ്പൊ കുറച്ച് ടാറും അല്പം ഡോളറും കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ട് റോഡ്? 5 കൊല്ലം ഞങ്ങളുടെ തണ്ടലൊടിഞ്ഞതിന് ഉത്തരവാദിത്തങ്ങൾ എടുക്കോ? 5 കൊല്ലം ഞങ്ങളുടെ മുതുകൊടിഞ്ഞതിന്റെ ഉത്തരവാദിത്തങ്ങൾ എടുക്കോ? 5 കൊല്ലം ഞങ്ങളുടെ സമയം നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ എടുക്കോ? നിങ്ങളുടെ മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ തള്ളിയതെന്താണെന്നറിയോ? ഒരു പയ്യൻ വന്നുത്രേ ഈ ശക്തനില്. എന്നിട്ട് അമ്മേന്റെ വീട്ടിലേക്ക് പോവായിരുന്നു പാലക്കാട്ടേക്ക്. അപ്പൊ അമ്മയുടെ പറഞ്ഞു, അമ്മയുടെ അനിയത്തിന് വീട്ടിൽ പോകുമ്പോ, അമ്മേ കേരളം യൂറോപ്പിനേക്കാൾ ഗംഭീരമായിരിക്കും. ആ യൂറോപ്പുകാർ കേൾക്കണ്ട കെട്ടിട്ടടിക്കാ ചക്കനെ, യൂറോപ്പുകാർ കേൾക്കണ്ട കെട്ടിട്ടടിക്കാ ചക്കനെ. മനസ്സിലാക്കിക്കോ നിങ്ങള്. യൂറോപ്പ് നന്നായിട്ട് ഇവിടെ നന്നായിട്ടല്ല, ഗുണ്ട് കലക്ക് തന്നെ. ഇപ്പൊ ഇവിടെ ചെയ്തില്ലേ? ഇത് നിയമസഭയിൽ ഇവരുടെ ആൾക്കാർ മുഴുവൻ ചെയ്യുക, ജനങ്ങളെ പറ്റിക്കുക, വഞ്ചിക്കുക, ചതിക്കുക, നീതികേട് കാണിക്കുക. എന്നിട്ട് പറയാണ് ഞങ്ങളെ അല്ലാതെ മറ്റാരുണ്ട് ഇതേപോലെ തട്ടിപ്പും വെട്ടിപ്പും മത്തങ്ങി. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. KSEBയുമായി ബന്ധപ്പെട്ട് ചേലക്കരയിലെ ഒരു കാരണവർ വന്നൊരു വിഷയം പറഞ്ഞ സമയത്ത് ആ വിഷയത്തിലെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ നോക്കാമെന്ന് പറയുന്നതിന് പകരം അയാളെ വിളിച്ചു കൊണ്ടുവന്നവരോട് പറ, ആര് വിളിച്ചു കൊണ്ടുവന്നു? നമ്പർ 1. നമ്പർ 2 പറഞ്ഞു കാശ് കൊടുത്തില്ലെങ്കിൽ കറണ്ട് കിട്ടില്ല. കാശ് അടച്ചില്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അതല്ലേ MLA ഓഫീസിൽ പോയി എന്ന് പറഞ്ഞ് കാലത്തൊരു സ്ലാബ്, ഉച്ചക്ക് ഒരു സ്ലാബ്, 7 മണിക്ക് ഒരു സ്ലാബ്, പാതിരയ്ക്ക് വേറൊരു സ്ലാബ്, അങ്ങനെ കറണ്ട് ബില്ല് വരുമ്പോൾ ഏട്ടനഞ്ച് പൊട്ടുമ്പോ ആ മെഡിക്കൽ കോളേജ് ഒന്ന് വൃത്തിയാക്കും. ഞങ്ങളുടെയൊക്കെ ഏട്ടനഞ്ച് പൊട്ടി ഓടാണതാ. 8000 ഉറുപ്പിക കറണ്ട് ബില്ല് വരുന്നത് സാധാരണക്കാരൻ അടക്കാൻ പറ്റുമോ? അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഓട്ടോ തൊഴിലാളിക്ക് ആ പ്ലഗ് ഒന്ന് കുത്തി ഒരു ഇലക്ട്രിക് ഓട്ടോ ഓടിക്കാൻ പറ്റില്ല. ഇവര് വേറെ മീറ്ററാ അതിനകത്ത് സോളാർ വെച്ചാൽ, സൂര്യഘർ പദ്ധതിയുടെ ഭാഗമായി വെച്ചാൽ അത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഓഫ് ഗ്രിഡ് ആണെങ്കിൽ പോലും അതിന് വേറെ മീറ്റർ കാശാണ്. അങ്ങനെ കൊള്ളയടിക്കുന്ന ജനങ്ങളെ വാഞ്ചിക്കുന്ന ഇതുപോലെ ഒരു നികൃഷ്ടപരമായിട്ടുള്ള ഭരണം ഈ കാലം കണ്ടിട്ടില്ല. വില കൂടില്ല ഇനി 5 വർഷം എന്ന് പരസ്യം കൊടുത്തത് നമ്മളാ, നിങ്ങളല്ലേ? 22 ഉറുപ്പിന്റെ അരിക്ക് 52 ഉറുപ്പിയാക്കിയത് ഞങ്ങളാ. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയത് ഞങ്ങളാ. ഒരു കവർ പാലിന്റെ കാശത്തെ അഭിനോയെ സാധാരണക്കാരന്റെ വിഷയ. ഒരു കവർ പാലിന്റെ പൈസ എത്രയാ? നിങ്ങളുടെ നാട്ടിലെ 1 ലിറ്റർ വെളിച്ചെണ്ണ മേടിക്കുന്ന കാശുണ്ടായ 5.5 ലിറ്റർ പെട്രോൾ. അങ്ങനെ നാളികേരത്തിന്റെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ചുയർത്തിയിട്ടാണ് പറയാണ് മറ്റാരുണ്ട്? വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഒരു കലക്ക് കലക്കില്ല ആള് വാച്ച നോണേട്ടോ. അതായത് 67,000 കോടി രൂപ കേന്ദ്ര സർക്കാർ പദ്ധതി. അത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല കേട്ടോ, നിങ്ങളുടെ അവകാശം. അത് യഥാവധി കൃത്യമായി മനസ്സിലാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ദീർഘവീക്ഷണമുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ടേക്ക്. അതാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. അങ്ങനെയൊക്കെ വഴിയില്ലോ. 67,000 കോടി രൂപ കേന്ദ്ര സർക്കാർ നടക്കുമ്പോ അത് NH പണിയാനല്ല കേട്ടോ, 5,000 രൂപ നുണയാണ് പറയുന്നത്. പച്ച കല്ല് വെച്ച നുണ. പക്ഷെ മുഖത്തൊരു വ്യത്യാസം ഉണ്ടാവില്ല ഇവർക്ക്. അത് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രത്യേക രീതിയാ. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഇടക്കിടക്ക് പറയരുത്. കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറയാം. ജമാഅത്തെ ഇസ്ലാമിനെ ഒക്കത്ത് വെച്ച് മുലയൂട്ടിയ നിങ്ങളാണോ ഞങ്ങളോട് പറയുന്നത് വർഗീയവാദികളെ കഴുത്തിൽ വെച്ച് വർഗീയവാദികളെ ഒക്കത്ത് വെച്ച് വർഗീയവാദികളെ കൂടെ ഇരുന്ന് പ്രവർത്തിച്ച നിങ്ങൾ, വാദമാർഗവാദത്തിന്റെ അച്ഛനും അമ്മയുമായി പ്രവർത്തിച്ച നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നു? മല്ലയാ ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?